യദു, ഈ യുദ്ധം അത്ര പെട്ടെന്ന് നിൽക്കില്ല എന്ന് യദുവും ഞാനും ദി ജേർണലിസ്റ്റിലൂടെ തന്നെ പലതവണ പറഞ്ഞതാണ്. കാരണം ട്രംപിനെ വിശ്വസിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളത് ഇപ്പൊ അത് തെളിയിച്ചിരിക്കുകയാണ്. ഇന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് ബഹറിലേക്ക്, അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വലിയ ആക്രമണം നടക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളും അവരുടെ ഭാഗത്തേക്ക്, അതായത് ഈ ഗൾഫ് രാജ്യങ്ങൾ ഇറാനിലേക്ക് തൊടുത്തു വിട്ടിട്ടില്ല. ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഇന്ന് ആ രാജ്യങ്ങൾ ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇറാന്റെ ഈ ഒരു നീക്കം അമേരിക്കയെ വല്ലാതെ ഭീതിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു വശത്ത് ഈ ഗൾഫ് രാജ്യങ്ങളെ നോക്കണം, മറുവശത്ത് തന്റെ മുഖം വീണ്ടെടുക്കാൻ ട്രംപ് വല്ലാതെ പരിശ്രമിക്കുകയാണ്. ഇതിനിടയിൽ ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. അതായത് ഈ ഹോർമുസിലെ ചുങ്കപ്പിരിവിനെതിരെ GCC രാജ്യങ്ങൾ ഒന്നടങ്കം അതിനെ എതിർത്ത് വന്നു. അതായത് ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ, അല്ലെങ്കിൽ അവർക്കൊരു സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ടോൾ പിരിവ് നടത്തുന്നത്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് ട്രംപ് പറയുമ്പോഴും ട്രംപിന്റെ നീക്കം കൃത്യമായിട്ട് ഈ GCC രാജ്യങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് അവർ പറയുന്ന കാര്യമാണ്, അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ നടത്തുന്നത് നിങ്ങളൊരു കച്ചവടമാണ്, ഈ 20% നികുതി വേണമെന്ന് പറയുന്നത് വലിയ കൊള്ളയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് GCC രാജ്യങ്ങൾ അതിനെ എതിർത്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ യുദ്ധം മൊത്തത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. ആർക്ക് വേണ്ടിയായിരുന്നു? ആർക്ക് കഴിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് എന്ന തരത്തിലേക്ക് പോകുക. കാരണം ഒരു കാരണവും ഇല്ലാതെയാണ് ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമാകുന്നതും ഇറാന്റെ അത്യുഗ്രൻ പ്രഹരം ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് എത്തുന്നതും. അപ്പോൾ ശരിക്കും രേഷ്മ, ഇത് ഗൾഫ് രാജ്യങ്ങൾക്ക് വൈകി വന്നൊരു വിവേകമാണെന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായ നിലപാട് തുടക്കം മുതലേ സ്വീകരിച്ചിരുന്നെങ്കിൽ, അത് ഈ ഒരു യുദ്ധ വിഷയത്തിൽ മാത്രമല്ല കേട്ടോ, ഗസയിലേക്കുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണ കാലം മുതൽ തന്നെ ഗൾഫ് രാജ്യങ്ങൾ പാശ്ചാത്യ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് കൈക്കൊണ്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന വിധത്തിലേക്ക് പശ്ചിമേഷ്യ തകരില്ലായിരുന്നു. ഇത് പശ്ചിമേഷ്യയിൽ എന്തും ചെയ്യാം, ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ഒരു സാഹചര്യം ഘട്ടം ഘട്ടമായി അമേരിക്ക ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ, ഇറാഖിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും ഒക്കെ അമേരിക്ക കാലങ്ങൾക്ക് മുമ്പേ നടത്തിയിട്ടുള്ള അധിനിവേശങ്ങൾ, യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ, ഈ ഘട്ടങ്ങളിലൊക്കെ ഗൾഫ് രാജ്യങ്ങളെ തമ്മിൽ തല്ലിച്ച് സ്വന്തം നില മെച്ചപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കുക, ഇപ്പോൾ ഈ യുദ്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ദുരന്ത ഫലം അനുഭവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. കാരണം അവരുടെ എണ്ണ കെട്ടിക്കിടക്കുകയാണ്, അത് കച്ചവടം ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടം അവർക്കുണ്ടാകുന്നുണ്ട്. പക്ഷെ അതേസമയം അമേരിക്കയുടെ സ്ഥിതി നോക്കുക. ഹോർമൂസ് അടഞ്ഞു കിടക്കുമ്പോൾ, ഗൾഫിൽ നിന്നുള്ള എണ്ണയുടെ വരവ് നിൽക്കുമ്പോൾ ലോകരാജ്യങ്ങൾ അമേരിക്കയാണ് ആശ്രയിക്കുന്നത്. പ്രത്യേകിച്ച് വെനസ്വല കൂടി പിടിച്ചെടുത്തപ്പോൾ, അതായത് ലോകത്തെ എണ്ണ ശക്തികളിൽ അല്ലെങ്കിൽ എണ്ണ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുള്ള രാജ്യമാണ് വെനസ്വല. അപ്പൊ വെനസ്വലയ്ക്കെതിരെ അമേരിക്ക പറഞ്ഞത് എന്താണ്? വെനസ്വലെ അമേരിക്കയിലേക്ക് ലഹരി കടത്തുന്നു, അതുകൊണ്ടാണ് നിക്കോളാസ് മഡൂറോയെ തടവിലാക്കിയത്, ആ രാജ്യം പിടിച്ചെടുത്തതെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. പക്ഷെ അതിനുശേഷം ലഹരി വിരുദ്ധ നീക്കമൊന്നുമല്ല അവിടെ നടന്നത്. ആ എണ്ണ കൈവശപ്പെടുത്തിയിട്ട് ട്രംപ് ലോകത്തോട്, ഇന്ത്യയോടും ചൈനയോടും ഒക്കെ പറയുന്നത്, വെനസ്വലയിൽ നിന്ന് നിങ്ങൾക്ക് പകരം എണ്ണ കൊണ്ടുപോകാം, എന്നെ കണ്ടാൽ മതി, ഞാനുമായി കരാർ ഒപ്പിട്ടാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ ഹോർമൂസ് അടഞ്ഞു കിടക്കുമ്പോൾ ഈ എണ്ണ കച്ചവടത്തിലൂടെ ട്രംപിന് വലിയ ലാഭം കിട്ടുന്നുണ്ട്. അതിനു പുറമെ ഈ ഹോർമൂസ് അടച്ചിടാൻ കാരണമായി യുദ്ധമുണ്ടാക്കിയ ട്രംപ്, ആ യുദ്ധത്തിന് കാരണം ട്രംപ് തന്നെയാണ്. അതേ ട്രംപ് ഇപ്പൊ ഹോർമൂസ് ഞാൻ നോക്കിക്കോളാം, ഞാൻ നിങ്ങൾക്ക് സുരക്ഷ നൽകാം, 20% എടുക്ക് താത്ത എന്ന് പറഞ്ഞിട്ട് അവിടെയും ട്രംപിന് ബിസിനസ്സാണ്. ഇനി അതല്ലാതെ മറ്റൊരു കാര്യം കൂടെ, ഈ ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ ആക്രമണങ്ങൾ ശക്തമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗൾഫ് മേഖലയിൽ വലിയ ഭീതി ഉണ്ടാവും. ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെ വലിയ തോതിൽ യുദ്ധം ചെയ്യണമെന്ന സ്വപ്നവുമായിട്ട് യുദ്ധക്കൊതിയുമായി നടക്കുന്ന രാജ്യങ്ങളൊന്നുമല്ല. സാത്വികരായ രീതിയിൽ അവരവരുടെ കാര്യം നോക്കി പോകുന്ന രാജ്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷാ ഭീതി ഉണ്ടാവുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ കൂടുതൽ ആയുധങ്ങൾ പർച്ചേസ് ചെയ്യും. അവർ കൂടുതലായിട്ട് പ്രതിരോധ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇറാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയൊക്കെ തടുത്തിടാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പർച്ചേസ് ചെയ്യും. ഇതെവിടുന്ന പർച്ചേസ് ചെയ്യുന്നത്? ഇതും അമേരിക്കയുടെ കയ്യിൽ തന്നെ. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടായി, ഹോർമൂസ് അടച്ചിട്ട് യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ അമേരിക്കയ്ക്ക് 3 മേഖലകളിലാണ് ഗുണം. ഒന്ന്, ഹോർമൂസ് കീഴടക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ ചുങ്കം പിരിക്കാം, ഹോർമൂസ് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാം. ചരിത്രത്തിൽ ഇന്ന് വരെ അമേരിക്ക ഹോർമൂസിന്റെ മേൽ ക്ലെയിം ഉന്നയിച്ചിട്ടില്ല. ഈ ഒരു യുദ്ധത്തിന് ശേഷമാണ് ആ ക്ലെയിം വന്നത്. അതുപോലെ തന്നെ ആയുധ വിൽപ്പന പൊടിപൊടിക്കുകയാണ്. അതോടൊപ്പം തന്നെ അമേരിക്ക അവരുടെ കയ്യിലുള്ള എണ്ണ
ഈ ഒരു ഗ്യാപ്പിൽ വിറ്റഴിച്ചിട്ട് കാശുണ്ടാക്കുക. അതാണ് അമേരിക്കയുടെ ഇതിലെ ഏറ്റവും വലിയ കുതന്ത്രം. ഇത് എന്ന് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നോ അന്നേ അമേരിക്കയുടെ ഗൾഫിന് മേലെയുള്ള ഈ തന്ത്രങ്ങൾ അവസാനിക്കുകയുള്ളൂ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ GCC രാജ്യങ്ങൾ, സൗദി ഉൾപ്പെടെ എടുത്തിരിക്കുന്ന സുപ്രധാനമായ ഒരു നിലപാടെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കണം, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഹോർമൂസിൽ നിന്ന് ചുങ്കം ഈടാക്കാനുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ചുങ്കം ഈ പറയുന്ന അമേരിക്ക ഈടാക്കി കഴിഞ്ഞാൽ പതിയെ ഹോർമൂസിന്റെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലേക്കായി എന്നാണ് അർത്ഥം. അമേരിക്ക ആ നീക്കത്തിൽ വിജയിച്ചാൽ ഈ പറയുന്ന GCC രാജ്യങ്ങളുടെ സമീപത്തു കൂടി പോകുന്ന ഹോർമൂസ് കടലിടുക്കിന് അങ്ങ് കിടക്കുന്ന അമേരിക്ക നിയന്ത്രണം ഏർപ്പെടുത്തുന്ന അവസ്ഥ വരും. ശരിക്കും പറഞ്ഞാൽ ഇത് പരിഹരിക്കാൻ ഒറ്റ വഴിയുള്ളൂ. അത് ഇറാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇറാനും ഈ GCC രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഹോർമൂസ് കൺട്രോൾ ചെയ്യുക, പാശ്ചാത്യ ശക്തികളെ മാറ്റി നിർത്തുക. അതാണ് ഇറാൻ തുടക്കം തൊട്ടേ പറയുന്നത്. എന്തിനാണ് അമേരിക്കയ്ക്ക് നിങ്ങൾ കീഴ്പ്പെടുന്നത്? നമുക്ക് ആവശ്യത്തിന് ശക്തിയുണ്ട്, സാമ്പത്തികമുണ്ട്, നമ്മൾ സഹോദര രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണം, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം. അമേരിക്ക തലയിടുമ്പോഴാണ് ഇവിടെ മുഴുവൻ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ അവരെ അങ്ങോട്ട് മാറ്റിക്കും. അവരെ മാറ്റിക്കഴിഞ്ഞാൽ വേണ്ട സുരക്ഷ ഞങ്ങൾ തരാം. ഒരു ഘട്ടത്തിൽ റഷ്യ പോലും ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകാമെന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷ ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളുമായി റഷ്യ എന്ന് പറഞ്ഞ അന്ന് ചില വാർത്തകൾ വന്നിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, അമേരിക്ക അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി, വ്യാവസായിക താല്പര്യങ്ങൾക്ക് വേണ്ടി, ലാഭത്തിന് വേണ്ടി ഗൾഫ് മേഖലയെ, പശ്ചിമേഷ്യയെ കുരുതി കൊടുക്കുകയാണ്, നരകത്തിലേക്ക് തള്ളിവിടുകയാണ്. ഇത് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് സ്വന്തം ശക്തിയും കഴിവും അനുസരിച്ച് ഗൾഫ് രാജ്യങ്ങൾ സ്വയം പര്യാപ്തരായാൽ തീരാവുന്ന വിഷയമുള്ളൂ. ഗൾഫ് രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് അമേരിക്കയെ ഇത്രയധികം വിധേയപ്പെടുന്നത്? ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അമേരിക്ക സംരക്ഷണം കൊടുക്കും എന്നതിനാലാണ്. പക്ഷേ അമേരിക്കയ്ക്ക് അവരുടെ അസറ്റുകൾ പോലും സംരക്ഷിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇന്ന് വന്ന വാർത്ത എന്താണ്? ഈ ബഹ്റൈനിലെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തേക്ക് ആക്രമണം നടത്തി. അതുപോലെ അമേരിക്കയുടെ ഡ്രോണുകൾ സൂക്ഷിച്ചിരിക്കുന്ന ആയുധപ്പുരയ്ക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. അതുപോലെ അമേരിക്കയുടെ വിമാനങ്ങൾ ഈ അടുത്ത് വെടിവെച്ചിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഈ കഴിഞ്ഞ മാസമാണ് വെടിവെച്ചിട്ടത്. അപ്പോൾ അമേരിക്കയുടെ അസറ്റുകൾ തന്നെ തകർക്കപ്പെടുകയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായ ഈ പറയുന്ന ജെറാൾഡ് ഫോർഡും എബ്രഹാം ലിങ്കണും ഒക്കെ ഈ തീരത്തേക്ക് വന്നിട്ട് പോയ വഴി കണ്ടില്ല. അപ്പോൾ അമേരിക്കയുടെ അസറ്റുകൾ സംരക്ഷിക്കാൻ അവർക്ക് പോലും കഴിയാത്ത സാഹചര്യത്തിൽ അവരെങ്ങനെയാണ് ഗൾഫിലെ അസറ്റുകൾ സംരക്ഷിക്കുന്നത് എന്നുള്ള വലിയ ചോദ്യമാണ്. അപ്പോൾ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാണെന്ന് പറയുമ്പോഴും ആ കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തി ഇറാൻ ക്ലെയിം ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾ ഈ ആക്രമണത്തിൽ വിജയിച്ചു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് അമേരിക്കയെ നമ്മൾ താങ്ങുന്നത്? ഇപ്പൊ ഒരു വ്യാവസായിക കരാർ അല്ലെങ്കിൽ ഒരു വാണിജ്യ കരാർ, സാങ്കേതികമായ ടെക്നോളജി പരമായിട്ടുള്ള ഒരു കരാർ അമേരിക്കയുമായി ഒപ്പിടുന്നതിൽ തെറ്റില്ല. പക്ഷെ സ്വന്തം മണ്ണിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് സ്ഥാനം കൊടുത്ത് ആ സൈനിക താവളങ്ങൾ വഴി അമേരിക്ക ആ നാടിനെ പോലും തകർക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ആ ടെറിട്ടറിയെ പോലും, ആ പറയുന്ന പ്രദേശത്തെ മുഴുവൻ, പശ്ചിമേഷ്യയെ മുഴുവൻ തകർക്കുന്ന വിധത്തിൽ യുദ്ധം ചെയ്യാനായിട്ട് എന്തിനാണ് ഗൾഫ് രാജ്യങ്ങൾ നിന്നുകൊടുക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. ഒരു പക്ഷേ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ നീക്കങ്ങൾ അമേരിക്കയെ അഴിച്ചുവിട്ടാൽ പണി പാളും എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഒരു സൂചന, അല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഞാനിപ്പോ ഈ GCC രാജ്യങ്ങൾ 20% എതിർത്ത നടപടിയെ കാണുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ യുദ്ധം നമ്മൾ പലതവണ ചോദിച്ചിട്ടുണ്ട് എന്ന് ഇത് അവസാനിക്കും എന്ന്. പക്ഷേ ഇപ്പോൾ യുദ്ധത്തിന്റെ ഒരു രീതി തന്നെ മൊത്തത്തിൽ മാറുകയാണ്. ഒരു അമേരിക്ക ഇറാൻ എന്നതിലുപരി ഇപ്പോൾ അവിടെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം കൂടി നടക്കുന്നുണ്ട്. റഷ്യയുടെ ഗോതമ്പ് പാടങ്ങളിലേക്ക് യുക്രൈൻ്റെ ആക്രമണം നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു പക്ഷേ ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് വലിയൊരു മഹായുദ്ധത്തിലേക്ക് പോകില്ല. കാരണം ഈ സെലൻസ്കിക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു, മറുവശത്ത് ഈ ഹൂത്തികളുടെ ആക്രമണം നടക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ എല്ലാ രാജ്യം അല്ലെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും ഇറാൻ ഒപ്പം ചേർന്നുകൊണ്ട് ഈ അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികൾക്ക് നേരെ ആക്രമണം നടക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് ഈ റഷ്യക്ക് എതിരെയുള്ള ഒരു ആക്രമണം കൂടി വന്നത്, ആ ഒരു ഗോതമ്പ് പാടം തകർത്തു എന്നുള്ളത്. അങ്ങനെ ആണെങ്കിൽ ഈ ഒരു യുദ്ധം മൊത്തത്തിൽ കൈവിട്ടു പോയില്ലേ? കാരണം എല്ലാ രാജ്യങ്ങളും കൂടി ഒരുമിച്ച് വരികയാണ്. അത് ഇതൊരു മഹായുദ്ധത്തിന്റെ സകല സൂചനകളും പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇപ്പൊ നോക്കുക, യുക്രൈൻ റഷ്യ യുദ്ധം, അതിനെ പരിപോഷിപ്പിക്കുന്നത് അമേരിക്കയാണ്. റഷ്യയാണ് യുദ്ധം തുടങ്ങി വെച്ചത് എങ്കിലും യുക്രൈന് സാമ്പത്തിക സഹായവും ആയുധങ്ങളും എല്ലാം നൽകിക്കൊണ്ട് യുദ്ധം കത്തിച്ചു നിർത്തുന്നത് അമേരിക്ക തന്നെയാണ്. ഇതേ അമേരിക്ക തന്നെയാണ് അവിടെ സമാധാനത്തിന് വേണ്ടി ശ്രമം നടത്തുന്നത്. അമേരിക്കയുടെ സ്ഥിരം പരിപാടിയാണ്. അതുപോലെ നോക്കുക, ഇപ്പുറത്ത് ഇറാൻ യുദ്ധം,
വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് അതനുസരിച്ച് ഇറാൻ അവരുടെ പണിയുമായിട്ട് പോയതാണ്. അവിടേക്ക് കയറി ആക്രമണം നടത്തിയത് അമേരിക്കയാണ്. ഇപ്പൊ ഇറാൻ പറയുന്നു അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചു. എന്തായിരുന്നു ആ വെടിനിർത്തൽ കരാർ? ഹോർമുസിലൂടെ ഒരു നിർദ്ദിഷ്ട പാതയുണ്ട്, ഇറാൻ പറഞ്ഞ ഒരു പാത, അത് പരമ്പരാഗതമായിട്ടുള്ള പാത. അതിന് വിഭിന്നമായി അമേരിക്ക ഹോർമുസിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വഴിക്കൊരു പാത തുറന്നിടത്താണ് ഈ അടിപൊട്ടുന്നത്. അപ്പൊ അത് അമേരിക്ക ചെയ്ത ഒരു എടുത്തിയാട്ടമല്ല, അമേരിക്കയുടെ ഒരു കുതന്ത്രമാണ്. ഹോർമുസ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പുതിയ വഴി ഉണ്ടാക്കിയത്. അപ്പൊ ഇറാൻ അത് സമ്മതിച്ചില്ല. അങ്ങനെ ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായത് ഇപ്പോൾ ഈ യുദ്ധത്തിലേക്ക് പോകുന്നു. അവിടെയും അമേരിക്കയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി നോക്കുക, അമേരിക്ക ഈ യുദ്ധത്തെ വിപുലീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് കൂടുതൽ കക്ഷികളെ ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ നാറ്റോ യോഗത്തിൽ ട്രംപ് പറഞ്ഞത്, നാറ്റോ രാജ്യങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കുചേരണം, ഞങ്ങൾക്കൊപ്പം നിൽക്കണം, ഹോർമൂസിൽ ഞങ്ങൾ അടിയാൻ പോവാണ്, നിങ്ങൾ വായോ എന്നാണ് പറയുന്നത്. എല്ലാവരും ക്ഷണിച്ചു വരുത്തുകയാണ്. അതായത് ട്രംപിന് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന് കരയുദ്ധത്തിന് എന്തായാലും നടക്കില്ല. ഇറാനിൽ വ്യോമയുദ്ധത്തിലായാലും ഇറാന്റെ കയ്യിൽ നിന്ന് നല്ല അടി മേടിക്കുന്നുണ്ട്. കപ്പലുകൾ കൊണ്ടുവന്നാൽ പിടിച്ചു മുക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കൊരു പണിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് ട്രംപിന് മനസ്സിലായതുകൊണ്ട് ഈ പറയുന്ന നാറ്റോ ചേരിയെ വിളിക്കുകയാണ്. നിങ്ങൾ വരൂ, നമുക്കിത് വലുതാക്കാം ബാബാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധം നടക്കുമ്പോഴും യുദ്ധം നിർത്തിവെക്കുമ്പോഴും ഹോർമുസ് അടച്ചിടുമ്പോഴും എന്തൊക്കെ ചെയ്താലും അമേരിക്കയ്ക്ക് എവിടെന്നെങ്കിലുമൊക്കെ ആയിട്ട് അതിൽ ലാഭം ഉണ്ടാവും. അതാണ് അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജി. അമേരിക്ക കൈവിട്ട കളി കളിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ ഭൂമിക്കുള്ളിൽ, അമേരിക്കൻ മണ്ണിലേക്ക് ആക്രമണങ്ങൾ നടക്കില്ല എന്നുള്ള കോൺഫിഡൻസ് ആണ്. പണ്ട് അഫ്ഗാനിലേക്ക് ആക്രമണം നടക്കുന്ന സമയത്തും അമേരിക്കയുടെ കോൺഫിഡൻസ് അമേരിക്കയ്ക്കുള്ളിലൊന്നും സംഭവിക്കില്ല എന്നുള്ളതായിരുന്നു. ആ സമയത്താണ് വേൾഡ് ട്രേഡ് സെന്റർ അടിച്ചു പൊട്ടിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ആക്രമണങ്ങളെ ന്യായീകരിക്കുകയോ യുദ്ധം വേണമെന്ന് പറയുകയോ അല്ല, പക്ഷേ ഈ അമേരിക്കയുടെ ഇത്തരം എടുത്തുചാട്ടങ്ങൾ, ഓവർ കോൺഫിഡൻസ് പലപ്പോഴും അമേരിക്കയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെയും സംഭവിക്കുന്നത്, എന്ത് വന്നാലും നശിക്കുന്നത് പശ്ചിമേഷ്യയാണ്. ഇറാൻ, സൗദി, ഇറാഖ്, ഈ പറയുന്ന മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, ഒമാൻ, ഈ പറയുന്ന കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഇതൊക്കെയാണ് നശിക്കുന്നത്. നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അമേരിക്ക ഇടപെടുന്നത്. നഷ്ടപ്പെടാനൊന്നുമില്ല, അവരുടെ സൈനിക കേന്ദ്രങ്ങൾ നശിക്കുമായിരിക്കും, പക്ഷെ അത് നിലനിൽക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലായതുകൊണ്ട് ആ നാശം ഉണ്ടാകുന്ന എത്രയാണോ അത് അവർക്ക് വീണ്ടും സൃഷ്ടിച്ചെടുത്താൽ മതി, പുനഃസൃഷ്ടിച്ചെടുത്താൽ മതി. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് അത് നഷ്ടപ്പെടാനില്ല എന്നുള്ള അമിത ആത്മവിശ്വാസത്തിലാണ് അമേരിക്ക ഇക്കണ്ട കളി മുഴുവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഗൾഫ് രാജ്യങ്ങളെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയാണ്. പശ്ചിമേഷ്യയെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയാണ്. ഇപ്പൊ 13 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടു. നമ്മുടെ രാജ്യത്തിന് വലിയ നഷ്ടമുണ്ടാവുകയാണ്. വിലക്കയറ്റം രൂക്ഷമാകും. അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $64 താഴ്ന്ന എണ്ണവില ഇപ്പൊ കുതിച്ചുയർന്ന് 100-നും 200-നും അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സകലമാന നഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഹിക്കേണ്ടത് പശ്ചിമേഷ്യയാണ്. ഇപ്പോൾ ഹൂത്തികളെ കയറി അടിച്ചു, ഹൂത്തികൾ തിരിച്ചടിച്ചു. ഹൂത്തികൾ ഇതാ ഇപ്പോൾ ചെങ്കടലിൽ ബ്ലോക്ക് ചെയ്യാൻ പോവാണ്, പഴയ അവസ്ഥയിലേക്ക് പോവാണ്. അപ്പോൾ ലോകത്തെ തന്നെ കപ്പൽ ഗതാഗതത്തിന്റെ പകുതിയോളം താറുമാറാകാൻ പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിന്റെ ഒക്കെ കാരണക്കാരൻ ട്രംപാണെന്നേ, അല്ലെങ്കിൽ അമേരിക്കയാണ്. എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധം? അപ്പോൾ അമേരിക്ക പറയും ഇസ്രായേലിന് വേണ്ടിയാണെന്ന്. അങ്ങനെയല്ല, ഇസ്രായേൽ ഒരു കാരണമായി, ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. ട്രംപിന്റെ മനസ്സിൽ ഈ ഹോർമുസ് ഉണ്ടായിരുന്നു. ഈ ഹോർമുസ് ഒന്ന് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ വഴി കുറെ പൈസ ഉണ്ടാക്കാന്നുള്ള ചിന്ത ട്രംപിനുണ്ടായിരുന്നു. അവിടെയാണ് ഇറാൻ കയറി അടിച്ചത്. ട്രംപിന് ഈ കണക്കുകൂട്ടലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇറാൻ നേരത്തെ തന്നെ ഹോർമുസ് ലോക്ക് ചെയ്തു. അതാണ് ഇപ്പൊ സംഭവിച്ചത്. അതുകൊണ്ട് ട്രംപിന്റെ സ്വപ്നങ്ങൾ നടക്കുന്നില്ല. ട്രംപ് എറിഞ്ഞു നോക്കുകയാണ് ഹോർമുസ് പിടിക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് നടക്കുന്നില്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇറാന്റെ ആണവശക്തിയാണ് ഞങ്ങൾക്ക് ഭീഷണി, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഞങ്ങൾക്ക് ഭീഷണി, ഇറാന്റെ ഇപ്പോഴത്തെ ഇസ്ലാമിക ഭരണകൂടമാണ് ഞങ്ങൾക്ക് ഭീഷണി. അതിനെയൊക്കെ ഇല്ലാതാക്കാനാണ് ഈ യുദ്ധമെന്നാണ് നെതന്യാഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ അതേക്കുറിച്ച് വല്ലതും പറയുന്നുണ്ട്? ഒന്നുമില്ല. അതായത് ആണവ വിഷയം ചർച്ച ചെയ്യേണ്ട, ഇറാന്റെ ഭരണമാറ്റം ചർച്ച ചെയ്യേണ്ട, ഇറാന്റെ മിസൈലുകളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട, ഹോർമുസ് മാത്രം മതി. അതാണ് നമ്മൾ പറഞ്ഞത്. അതിലേക്കാണ് ഈ അമേരിക്ക ഈ യുദ്ധം നടക്കുമ്പോൾ അമേരിക്കയുടെ ഏറ്റവും ആത്യന്തിക ലക്ഷ്യം ഹോർമുസ് തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം യുദ്ധം കത്തി നിന്നാലും അവർക്ക് നേട്ടമാണ്, ഹോർമുസ് അടഞ്ഞു കിടന്നാലും നേട്ടമാണ്, ഹോർമുസ് പിടിച്ചെടുത്താലും നേട്ടമാണ്. എവിടെ എന്ത് ചെയ്താലും, ഒരു ഇല അനങ്ങിയാലും അത് എങ്ങനെ നേട്ടമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ട്രംപ് ഗവേഷണം നടത്തുന്നത്. പക്ഷേ ഇവിടെ ബലിയാടാക്കപ്പെടുന്നത് ഗൾഫ് രാജ്യങ്ങളും പശ്ചിമേഷ്യ ആണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചു തുടങ്ങിയാൽ, ഇന്നെടുത്തിരിക്കുന്ന നിലപാട് 20% ചുങ്കം പിരിക്കാൻ പറ്റില്ല എന്ന് ട്രംപിനോട് കട്ടായം പറഞ്ഞു. ട്രംപിന് അത് അനുസരിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പക്ഷെ അപ്പോൾ ട്രംപ് പറയുന്നത്, നിങ്ങൾ ആ പണത്തിന് പകരം അമേരിക്കയിൽ ആ പണത്തിന് തത്തുല്യമായി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മതി എന്നൊരു ക്ലോസും കൂടി ട്രംപ് വെച്ചിട്ടുണ്ട്. അതും ഗൾഫ് രാജ്യങ്ങളെ അംഗീകരിക്കാൻ സാധ്യതയില്ല. പക്ഷെ എങ്കിലും ഗൾഫ് മേഖല ഒറ്റക്കെട്ടായി ഈ യുദ്ധത്തിനെതിരെ നിലപാടെടുത്താൽ, ട്രംപിന്റെ യുദ്ധക്കൊതിക്കെതിരെ നിലപാടെടുത്താൽ മാത്രമേ
ഇത് അവസാനിക്കാനുള്ള ഒരു സാധ്യതയെങ്കിലും ഉള്ളൂ. അല്ലെങ്കിൽ ഇറാന് മുന്നിൽ ട്രംപ് കീഴടങ്ങി മുമ്പത്തെ പോലെ ഒരു പുതിയ കരാറും ഒക്കെ ആയിട്ട് വരണം. പക്ഷെ ഒരു തവണ ചതിക്കപ്പെട്ടതുകൊണ്ട് ഇറാൻ ഇനി കരാറിന് നിന്നുകൊടുക്കും എന്ന് കരുതുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്ക നിരുപാധികം പിന്മാറുക, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ കനത്ത സമ്മർദ്ദം ചെലുത്തി അമേരിക്കയെ പിന്തിരിപ്പിക്കുക എന്നതല്ലാതെ ഈ യുദ്ധം അവസാനിക്കാനുള്ള ഒരു വഴിയും നമ്മൾ കാണുന്നില്ല.